എല്ലാവർക്കും നീനൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡിഷുമായിട്ടാണ്, പ്രോൺസ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പ്രോൺസ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന് ശേഷം നമ്മൾ ഇത് എല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഉണ്ടല്ലേ, ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെച്ചേക്കുക. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പിൽ കുറച്ചുകൂടി കൂടുതലുണ്ട് ക്യാബേജ്, ഒരു ചെറിയ ക്യാപ്സിക്കം, ബീൻസ്, ഒരു മീഡിയം സൈസിലെ സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. ഇപ്പം നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ചെമ്മീൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇത് ഞാൻ കുറച്ച് ചെമ്മീനെ എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 20-25 ചെമ്മീനാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിനെ ഓവർ കുക്ക് ചെയ്യരുത് ഒരിക്കലും. അതായത് ഒരു 2-3 മിനിറ്റ് മാത്രമേ നമ്മളിതിനെ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത് വെച്ചാൽ ഇതിലൊരു റബ്ബർ പോലെ ഫീൽ ചെയ്യും. പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല മര്യാദയ്ക്ക്. കാരണം മിക്കവാറും നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഓവറായിട്ട് കുക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അത് ഞാനിവിടെ ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഓവറായിട്ട് കുക്കായി പോകരുത് ചെമ്മീൻ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആ ഒരു നിറം മാറുമ്പോൾ തന്നെ നമുക്കിതിനൊന്ന് മറിച്ചിടാം. കണ്ടില്ലേ, നല്ല നിറം വന്നിട്ടുണ്ട്. ആ സോയാ സോസിൻ്റെയും കുരുമുളക് പൊടിയുടെയും ടേസ്റ്റ് ഇതിൽ നല്ല അടിപൊളിയായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത്. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം 2 സൈഡും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റെപ്പ് ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടോടെയാണ് നമ്മളിത് മാറ്റുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക, പ്ലാസ്റ്റിക് പാത്രത്തിലേക്കൊന്നും മാറ്റാതെ നല്ലൊരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വയ്ക്കുക. കണ്ടില്ലേ, നല്ല അടിപൊളി കളറായിട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള മുട്ട വറുത്തെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടിയും പിന്നെ ഇതിന് മാത്രം ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനൊന്ന് ചിക്കി വറുത്തെടുക്കാം. ഈ സെയിം പാനിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഒന്നുമല്ല, ഇതിൽ സോയാ സോസിൻ്റെയും ചെമ്മിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മുട്ടക്ക് ആ ഒരു ഫ്ലേവറും കൂടി കിട്ടും. അപ്പം നല്ലൊരു ടേസ്റ്റ് ഇതിനും കൂടെ വരുന്നതുകൊണ്ടാണ് ഞാൻ അതിനകത്തേക്ക് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ അതിൻ്റെ ഒരു മണം ഈ എണ്ണയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് വരെ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതെല്ലാം എല്ലാം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ. ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ടിട്ട് ഇതിനകത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഞാൻ ആദ്യം തന്നെ ക്യാരറ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റിന് കുറച്ചുകൂടി വേവ് കൂടുതലാണ്. അപ്പോൾ അത് ആദ്യം ഒന്നിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ബാക്കി പച്ചക്കറികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡിയായി കഴിഞ്ഞു. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസ് കൂടി നമ്മൾ ഇതിനകത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു 1/2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ക്യാബേജിനൊന്നും അധികം വേവില്ല. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമുക്ക് ചേർക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതും എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ക്യാബേജിനും ക്യാപ്സിക്കത്തിനും സവാളയ്ക്കും ഒട്ടും തന്നെ വേവില്ല. പെട്ടെന്ന് തന്നെ ഇതൊരു ആവി കൊണ്ടാൽ തന്നെ കുക്കായി കിട്ടും. ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക. നമ്മൾ ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ അരിക്കും മുട്ടയ്ക്കും ചെമ്മിനെല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം നോക്കിയിട്ട് വെജിറ്റബിളിന് വേണ്ട മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം പോരെന്നാണെങ്കിൽ നമുക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കാമല്ലോ അല്ലേ. പക്ഷേ ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ
പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുരുമുളക് പൊടി അത്ര കാര്യമായിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഒരുപാട് നമ്മൾ കുരുമുളക് പൊടി ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കാണെങ്കിൽ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. അതല്ലാതെ കുക്ക് ചെയ്യുന്ന ആളുടെ ഇഷ്ടം പോലെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മുട്ടയ്ക്ക് ആ ഒരു കളറൊക്കെ വന്നിട്ടില്ല. ആ സോയാ സോസിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു മണവും എല്ലാം ഇതിന് മുട്ടയ്ക്കും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ പ്രോൺസ് ആണ്. അതുകൂടി ചേർക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അത് ചേർത്തിട്ട് നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇവിടെ നമ്മുടെ മിക്സ് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള മിക്സാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചതാണ്. ഞാൻ ഇതിന് മുൻപും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇട്ടപ്പോൾ ഞാൻ റൈസ് വേവിക്കേണ്ട എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് എന്താണെങ്കിലും ഞാൻ അതിൻ്റെ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം റൈസ് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് ഡൗട്ടുള്ളവർ അതിൽ പോയി നോക്കുക. പിന്നെ ഞാനിവിടെ ഒരു കാർഡ് ലിങ്കും കൂടി മുകളിൽ കൊടുത്തേക്കാം. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. സ്പ്രിംഗ് ഓണിയൻ കൂടി ലാസ്റ്റായിട്ട് നമുക്ക് ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് സെർവ് ചെയ്യാം. കണ്ടില്ലേ, സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ. എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി.